അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അതെ, ശരിക്കും ഇതെൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് ആണ്. ബട്ട് ഫോർ മീ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്. എന്താണല്ലേ പറയാം. ഇന്നലെ രാത്രി ഉത്സവമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പാക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കിടന്നതും മമ്മി പറഞ്ഞു, മണി 3 ഇറങ്ങാം. അതെ, രാവിലെ 6 മണിക്ക് എടുക്കുന്ന ഫ്ലൈറ്റിന് ഞങ്ങൾ പുലർച്ചെ 3 ഇറങ്ങി. ഒരു 3:15 ആയപ്പോൾ ഓട്ടോ മാമനും വന്നു. പിന്നെ ബോണസ് വൺ. ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ, അമ്മ, അച്ഛൻ വലിയൊരു അടിയൊക്കെ കഴിഞ്ഞിറങ്ങിയത് കൊണ്ട് തന്നെ ദ റൈഡ് വാസ് സൂപ്പർ സൈലൻറ്റ്. അച്ഛനും ഓട്ടോ മാമനും കൂടെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വൈൽ ഐ വാസ് കെട്ടിപ്പിടിക്കൽ മൈ മമ്മി. ഇനിയും 6 മാസം കഴിഞ്ഞില്ലേ ഈ തോളിലൊന്ന് ചാരാൻ പറ്റുള്ളൂ എന്ന് ഓർത്തപ്പോൾ എന്നെപ്പോലെ ഹോസ്റ്റലിലും ദൂരെയൊക്കെ നിന്ന് പഠിക്കുന്നവർക്ക് ഇത് നല്ല റിലേറ്റബിൾ ആയിരിക്കും. പറയാതിരിക്കാൻ വയ്യ. ട്രിവാൻഡ്രം അറ്റ് നൈറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് കാം. അടിപൊളി കിടിലം വൈബ്. ഇതാ കണ്ടോളൂ നമ്മുടെ ലുലു മാൾ. അങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ടെത്തി. വലിയ ആളൊന്നുമില്ല, ഞാനും പിന്നെ എന്നെപ്പോലെ ആ 6 മണി ഫ്ലൈറ്റിന് ഡൽഹി പോകാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. ദേ എൻ്റെ മമ്മി എൻ്റെ ഡാഡി. ബൈ ദ വൈ, അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് വലിയ പണിയൊന്നും ഇല്ല വൈഫി, ഇത് ചുമന്നുകൊണ്ട് അവളങ്ങകത്തേറി പോയാൽ മതി. അതേ, ശരിയാണ്. നേരെ ഇതും എടുത്ത് ടെർമിനലിൽ പോയി വെയിറ്റ് ചെയ്താൽ മതി. ബട്ട് ഞാൻ കയറൂല. ഉള്ള ടൈം അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കാമെന്ന് വെച്ചിട്ടാ. ബട്ട് ഓൺ ദ കോൺട്രറി മൈ പാരൻസ് ആർ ലൈക്ക്, ദേ എയർപോർട്ട്, ദേ എൻട്രൻസ്, കയറിപ്പോവെണ്ണേ, ടാറ്റ ബൈ. ഞാൻ ഡിജിയാത്ര വഴിയാട്ടോ കയറിയത്. പിന്നെ ഞാനും അച്ഛനും കൂടെ അടുത്തൊരു ഷോപ്പ് കയറി. മേരി ഡാഡിക്കോ ചായ വേണം. ഞാൻ എന്നാലൊരു ബബിൾ ടീ ട്രൈ ആക്കാമെന്ന് വെച്ചു. വെറൈറ്റീസ് ഓഫ് ചായാസ്. പക്ഷേ ആ മിൽക്ക് ടീ, ആ 60 രൂപയുടെ ചായയാണ് വാങ്ങിയത്. സത്യത്തിൽ കൊള്ളയാണ്, പിന്നെ എയർപോർട്ടായതുകൊണ്ടാവാമല്ലോ. മീൻ വൈൽ അച്ഛൻ വാസ് കോൺസ്റ്റൻ്റ്ലി ആസ്കിങ് മീ എനിക്ക് സ്നാക്സ് വല്ലതും വേണമെന്ന്. ഇപ്പോൾ കാണിച്ച് ഇത് അമ്മയെ മാടി വിളിക്കുന്നതാണ്. ബട്ട് മമ്മി സെഡ് നോ നഹി. അങ്ങനെ മീരാവാല ബബിൾ ടീ വന്നു. സുന്ദരം പേപ്പർ കപ്പ്. എടുത്തുകൊണ്ട് പോയാലോ? ഇങ്ങനൊരു ഐഡിയ മനസ്സിൽ വന്നെങ്കിലും ഞാനതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ അച്ഛൻ്റെ സഹായത്താൽ ആ സ്ട്രോ ഞാൻ അതിലേക്ക് കയറ്റി. സക്സസ്. പിന്നെയാണ് അച്ഛൻ്റെ മിൽക്ക് ടീ വന്നത്. പിന്നെ മിക്സാക്കി അച്ഛനത് കുടിച്ചു നോക്കി. അച്ഛനത് പേരെത്തി ഇഷ്ടമായി. പിന്നെ ഞാൻ മിണ്ടായിരിക്കുമോ? ഐ ടു ട്രൈഡ് ദ ചായ, ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ദ ബോബ ടീ വാസ് വേൾത്ത്. നൈസായിരുന്നു. 9/10. -1 ഫോർ ക്വാണ്ടിറ്റി. പിന്നെ അങ്ങനെ ഇനി എയർപോർട്ടിലേക്ക് കയറാമെന്ന് വെച്ചു. അതിനിടയ്ക്ക് ഈ സാധനം കണ്ടപ്പോൾ ഒരബദ്ധത്തിന് എടുക്കണമെന്ന് തോന്നി. ഇറ്റ് വാസ് എ ബാഡ് ഡിസിഷൻ. എൻ്റെ ലഗേജ് പിന്നെ മാനേജ് ചെയ്യാം. ബട്ട് ആ വണ്ടി കുരുത്തക്കേട്. നൗ ഇറ്റ് വാസ് ടൈം ടു ഗോ. അമ്മ ഈസ് ഗെറ്റിംഗ് ഇമോഷണൽ. ബട്ട് അതെല്ലാം കൂടെ ഒരു യൂഷ്വൽ ഡയലോഗിലങ്ങ് ഒതുക്കി. ഞാൻ ഡിജിയാത്രയുടെ വഴി കൂടെ അകത്തേക്ക് കയറി. ബായ് അച്ഛൻ്റെ അമ്മ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഒറ്റയ്ക്ക് വഴിവിട്ടാനുള്ള പോക്ക. അകത്ത് കയറി ആദ്യത്തെ സെക്യൂരിറ്റി സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഉന്തുവണ്ടി നൈസാങ് ഒഴിവാക്കി. ഇനി ഈ പെട്ടി ചെക്കിനിൽ കൊടുത്തിട്ട് നേരെ സെക്യൂരിറ്റി കൗണ്ടറിലേക്ക് പോകണം. പിന്നെ നേരെ സെക്യൂരിറ്റി ചെക്കപ്പിന് ഡിജിയാത്രയുടെ പോർട്ടലിൽ കൂടെ കയറി. പറഞ്ഞല്ലോ, ആപ്പ് ഡൗൺലോഡാക്കി ആധാർ, ഫോൺ നമ്പർ, പിന്നെ ഒരു സെൽഫി, ഫേഷ്യൽ റെക്കഗ്നിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ നേരെ ഓരോ കൗണ്ടറിലേക്കും പോവാം. ഇനി ഇവിടെ നമ്മളിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസും മെറ്റാലിക് ഐറ്റംസും ഈ ട്രെയിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ബോഡി ചെക്കിങ് ഏരിയയിലേക്ക് പോകണം. മൈ ടെർമിനൽ ഗേറ്റ് നമ്പർ വാസ് 3. ഇനി ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് ഇത്രയും പേര് ഡൽഹിക്കുള്ള ഫ്ലൈറ്റിനാണ്. ഓ, ദിസ് വീൽ ചെയർ റിമൈൻഡ്സ് മീ ഓഫ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര. എബൌട്ട് ദാറ്റ്, ഞാനൊരു 2 months മുന്നേ ടു കേരള ഫ്ലൈറ്റിലാണ് വന്നത്. ബട്ട് ഐ വാസ് സിക്ക്. അതുകൊണ്ട് തന്നെ വീൽ ചെയറിലായിരുന്നു ഡൽഹി എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറിയത്. എൻ്റെ 63rd ടെർമിനൽ എന്തോ ആയിരുന്നു. about a kilometer from the entrance. അന്നങ്ങനെ ഞാനും കെയർ ടേക്കർ അങ്ങളും കൂടെ വീൽ ചെയറിൽ വൈബ് അടിച്ച ബോട്ടിങ്ങും എല്ലാത്തിനും കയറി. ഫുള്ള് പുള്ളിക്കാരനാണ് ചെയ്തു തന്നെ, ഞാനൊന്നും അറിഞ്ഞതുപോലും ഇല്ല. സോ ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് ബട്ട് നോട്ട് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്. മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ ബോർഡിങ് തുടങ്ങി. ഓരോ സീറ്റ് നമ്പറായിട്ട് വിളിക്കും, നമ്മളതിനനുസരിച്ച് പോകണം. പിന്നെ ബോർഡിംഗ് പാസ് സ്കാൻ ആക്കിയിട്ട് നടന്ന് ഇനി ഫ്ലൈറ്റിലേക്ക് കയറണം. ഇത് ഇൻഡിഗോ എയർലൈൻസ് ആണ്. കമ്പയറിങ് വിത്ത് എയർ ഇന്ത്യ, ഐ ലൈക്ക് ഇൻഡിഗോസ് ഫ്ലൈറ്റ് മോർ. മേലേന്ന് പുകയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ജാതി വൈബ്. വെൽ, മൈൻ വാസ്
വിൻഡോ സീറ്റ്. സോ ഹാപ്പി. ഒത്തിരി സന്തോഷം. അങ്ങനെ ക്യാപ്റ്റൻ ബെൽറ്റ് ഇടാൻ പറഞ്ഞു. അനുസരണയുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ അപ്പോഴേ ഇട്ടു. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് എടുക്കുന്നവരെ ഇതിനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു മാഗസിൻ, ഒരു പേപ്പർ ബാഗ്, ഒരു സേഫ്റ്റി ഗൈഡ് വിത്ത് ഇൻസ്ട്രക്ഷൻസ്. ലക്ലി എൻ്റെ ഇപ്പുറത്തെ സീറ്റിലെ ആൾ വന്നിട്ടില്ല കേട്ടോ. ഇറ്റ് വാസ് കാലി ഫോർ ദ ഹോൾ ടൈം. എന്നാലും ആ പോക്ക് അതെവിടെ നിന്നായിരിക്കും, അതെന്തായിരിക്കും? പിന്നെ എയർ ഹോസ്റ്റസ് ചേച്ചിമാർ കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കാണിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോൾ കാണാം പ്ലെയിൻ അങ്ങോട്ട് അനങ്ങാൻ തുടങ്ങി. യെസ്, ഇറ്റ് വാസ് ഗോയിങ് ടു ടേക്ക് ഓഫ്. ടേക്ക് ഓഫിൻ്റെ ടൈം വല്ലാത്തൊരു ഫീലാണ്. ഇറ്റ് ഈസ് ട്രൂലി ആൻ എക്സ്പീരിയൻസ്. ആൻഡ് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ദ സൈറ്റ് വാസ് റിയലി പ്രിറ്റി. ഞാൻ ഫുൾ ടൈം മുഖം വിൻഡോയിൽ ഒട്ടി വെച്ച പോലെ താഴത്തേക്ക് നോക്കിക്കൊണ്ടേ അങ്ങനെയിരുന്നു. ഈ സുന്ദര നിമിഷത്തിൽ ഞാൻ ഇതൊക്കെ എനിക്ക് അവൈലബിൾ ആക്കി തന്ന മമ്മി ആൻഡ് ഡാഡിയെ സ്മരിക്കുന്നു. താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ പയ്യെ നേരം രാവിലെയായി. അൺഫോർച്ചുനേറ്റ്ലി ഓപ്പോസിറ്റ് സൈഡിലെ വിൻഡോ സീറ്റിലൂടെ സൺറൈസ് കാണാം. അങ്ങനെ ഫ്ലൈറ്റിൽ ഒരേ സമയം രാത്രിയും രാവിലെയും സൺറൈസും ഒക്കെ കണ്ടു. 3.5 മണിക്കൂറേ ഫ്ലൈറ്റുള്ളൂ. ബട്ട് ഇന്നലെ അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടില്ല. സോ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 hour ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് മയങ്ങി. ബൈ ദ ബൈ, ഇനി കുറച്ച് പരിചയപ്പെട്ടാലോ. മൈസെൽഫ് സ്നേഹ ബിജു. ഡൽഹിയിൽ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഐ എം എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഡൂയിങ് മൈ ബാച്ചിലേഴ്സ് ഇൻ അപ്ലൈഡ് സൈക്കോളജി ഫ്രം രാമാനുജൻ കോളേജ് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഫസ്റ്റ് ഇയർ ആണ്, സെക്കൻഡ് സെം ആണ്. പിന്നെ ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ്. പോയി എൻ്റെ ഡാൻസിൻ്റെ ഷോർട്സൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ കേട്ടോ. പ്ലാനിങ് ടു ഡു മോർ വ്ളോഗ്സ് അബൌട്ട് ഡൽഹി ആൻഡ് ലൈഫ് ഇൻ ഡൽഹി ആസ് എ സ്റ്റുഡൻറ്റ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കൂടെ കുടിക്കോ. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഡൂയിങ് എനി വ്ളോഗ്സ് ഓർ വോയിസ് ഓവർ. അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് ഇതുവരെ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോ. നൗ ബാക്ക് ടു ദ വീഡിയോ. ഔട്ട്സൈഡ് ദ സ്കൈ വാസ് എക്സ്ട്രീംലി പ്രിറ്റി. പിന്നീടായപ്പോൾ നല്ല രീതിക്ക് തണുക്കുന്നുണ്ടായിരുന്നു. അതായത് നോർത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ. ഐ ഓൾറെഡി മിസ് മൈ ഹോം. അതിൻ്റെ ഒരു വിഷാദമാണ് കുറച്ച് നേരമായിട്ട് ഈ മുഖത്ത് ഇങ്ങനെ മിന്നി മായുന്നതായി നിങ്ങൾ കണ്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിൽഡിങ്സിൻ്റെ അകലമൊക്കെ കുറഞ്ഞു വരുന്നു. ഒരു കൺജസ്റ്റഡ് ഏരിയ. അപ്പോൾ മനസ്സിലായി ഡൽഹി എത്തി. ഈസ് ദാറ്റ് യമുന നദി? പിന്നെ നോക്കിയപ്പോൾ ബിൽഡിങ്സൊക്കെ സൂം ആവണം. സോ അതിനർത്ഥം ലാൻഡിങ് ആവാറായി. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡായി. ആൻഡ് ആ ലാൻഡിങ്ങിൻ്റെ ഒരു ഫീലിംഗ് ചെറിയൊരു പേടിയൊക്കെ തോന്നും. ബട്ട് നൈസ് എക്സ്പീരിയൻസാണ്. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നടന്ന് എയർപോർട്ടിലെ ബസ്സിൽ കയറിയിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു റീച്ച് ദെയർ. ബട്ട് എന്നെ ഞെട്ടിച്ച മറ്റൊന്നാണ്. മാർച്ചായിട്ട് കൂടി ഞാൻ ചെന്ന ദിവസം 15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതിൻ്റെ അവിടെ നല്ല തണുത്ത കാറ്റും. പിന്നെ നേരെ ലഗേജ് എടുക്കാനായി പോയി. അവിടെ കുറേ നേരം നിന്ന് കറങ്ങി പല ട്രോളികൾക്ക് ശേഷം ദേ വരുന്നു മേരാവാല ട്രോളി. അങ്ങനെ ട്രോളിയും പൊക്കി നേരെ വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഡൽഹിയിലെത്തി. എന്ത് സുന്ദരം, എന്ത് മനോഹരം. സോ ദിസ് വാസ് ഓൾ അബൌട്ട് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. ഇനി എന്താ അല്ലേ, നാടും വീടും വിട്ടുള്ള ഒട്ടപ്പാച്ചിൽ ലൈഫിലേക്ക് ഡൽഹി എന്നെ മാടി വിളിച്ചു. ബൈ ദ വേ, വാണ്ട് ടു നോ വൈ ഐ ചൂസ് ടു സ്റ്റഡി ഇൻ ഡൽഹി? വെൽ, ഐ ഹാവ് മൈ ഓൺ പ്രെറ്റി ഗുഡ് റീസൺസ്. പറയാം. ഇപ്പോഴല്ല, ഇനിയും കാണുമല്ലോ, അപ്പോൾ പറയാം. എന്നാൽ പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ ബൈ.